ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളുടെ നേട്ടവും കോട്ടവും കണ്ടറിഞ്ഞൊരു യാത്ര ഗ്രാമപഞ്ചായത്തുകളിലൂടെ. KCB ന്യൂസ് ചാനലിൽ ശനിയാഴ്ചകളിൽ രാത്രി 9:30, പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 8:30. പ്രിയ പ്രേക്ഷകരെ, നമ്മൾ പഞ്ചായത്തുകളിലൂടെയുള്ള യാത്ര ആരംഭിക്കുകയാണ്. തുടക്കം കൈനകരി പഞ്ചായത്തിൽ നിന്നാണ്. കുട്ടനാട്ടിലെ പഞ്ചായത്തുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് കൈനകരി തന്നെയാണ്. ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഭൂപ്രദേശമാണ് കൈനകരി. പരിഹരിക്കപ്പെട്ടവയും ഇനിയും പരിഹരിക്കപ്പെടാനുള്ളവയുമായി നിരവധി വിഷയങ്ങളുണ്ട്. അവയിലൂടെയാണ് ഇന്നത്തെ യാത്ര. കായലുകൾ, നദികൾ, നാട്ടുതോടുകൾ, പച്ചപുതച്ച നെൽപ്പാടങ്ങൾ, കേരനിരകളാടുന്ന ഹരിത ചാരുതീരം, പേരിൽ തന്നെ ഒരു പിടി ഐതിഹ്യങ്ങൾ പേറുന്ന മലയാളിയുടെ സ്വന്തം കുട്ടനാട്. ചുട്ടനാടാണ് കുട്ടനാടായി മാറിയതെന്നാണ് ഒരു വാദം. പണ്ട് നിബിഡ വനപ്രദേശമായിരുന്ന ഇവിടം കാട്ടുതീയിൽ കത്തിക്കരിഞ്ഞു പോയെന്നാണ് വായ്മൊഴികൾ. കരികലർന്ന മണ്ണുമായി നോക്കത്താ ദൂരത്തോളം പരന്നുകിടന്ന നെൽപ്പാടങ്ങളെ കുട്ടനാട്ടുകാർ കരിനിലങ്ങളെന്ന് വിളിച്ചു. കരിനിലങ്ങളോട് ചേർന്ന പ്രദേശങ്ങൾ രാമങ്കരിയും കണ്ടങ്കരിയും ചേന്നങ്കരിയും കൈനകരിയും ഒക്കെയായി മാറി. പമ്പയാറും വേമ്പനാട്ടുകായലും കൃഷിക്കാലത്തിനനുസരിച്ച് നിറം മാറുന്ന നെൽവയലുകളും മനോഹരമായ നാട്ടുതോടുകളുമുള്ള കൈനകരി ഗ്രാമം കുട്ടനാടിന്റെ യഥാർത്ഥ അടയാളപ്പെടുത്തലാണ്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന കൈനകരി ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡുകൾ. 4.5 പതിറ്റാണ്ടായി ഭരണസാരഥ്യം ഇടതുപക്ഷത്തിന്. 2020 അധികാരത്തിൽ വന്ന ഇപ്പോഴത്തെ LDF ഭരണസമിതിയിൽ 9ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന MC പ്രസാദാണ് പ്രസിഡന്റ്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കം CPIM-ൽ നിന്നും 7 അംഗങ്ങൾ. കോൺഗ്രസ് 5, BJP 1, CPI 1, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് മറ്റു കക്ഷി നില. 4 വർഷം പിന്നിട്ട വേളയിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഭരണപക്ഷവും കോട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും തങ്ങളുടെ അഭിപ്രായങ്ങളുമായി ഗ്രാമവാസികളും KCB ന്യൂസിനൊപ്പം ചേരുന്നു. ഇന്ന് ഇതുവരെയുള്ള വികസന നേട്ടങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാൻ കൈനകരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നമുക്കൊരു വികസന ലക്ഷ്യം, ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല. അത് വെച്ചാണല്ലോ നമ്മൾ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചതും അതുപോലെ നമ്മൾ ഭരണത്തിലെത്തിയത്. ഈ കഴിഞ്ഞ 4 വർഷം, ഇപ്പോൾ 4.5 വർഷമാകാൻ പോകുന്നു. ഈ സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം അതിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നും താങ്കളുടെ ഇതുവരെയുള്ള ഭരണ നേട്ടവും ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമായും പത്രക്കാരും മീഡിയാസും ചോദിച്ചൊരു ചോദ്യം, എന്താണ് പ്രസിഡന്റിൻ്റെ പ്രധാനപ്പെട്ട വികസന ലക്ഷ്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതൊന്ന്, വർഷങ്ങളായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന തേവറുകാട് വെള്ളാമത്ര റോഡ്. 2, മുണ്ടക്കൽ പാലത്തിൽ നിന്ന് താഴേക്ക് അപ്രോച്ച് ഉണ്ടായിരുന്നില്ല, റോഡ് ഉണ്ടായിരുന്നില്ല. മുണ്ടക്കൽ പാലത്ത് നിന്ന് ചാവറ C ബ്ലോക്ക് റോഡ് എന്നുള്ളതും ജനങ്ങളുടെ ഒരു സ്വപ്നമാണ്.
കാരണം കിഴക്കൻ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ 2 റോഡുകളുടെയും പ്രാധാന്യം വരുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ പോലും കൈനകരി പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന നിലയിൽ ഈ 2 റോഡുകളും നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ചാവറ സി ബ്ലോക്ക് റോഡിൻ്റെ ആദ്യ ഫേസ് 1ാം ഘട്ടത്തിന് 9,51 ലക്ഷം രൂപ കിഫ്ബി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രത്യേക ഇടപെടലോടുകൂടി ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം അത് ടെൻഡർ ചെയ്യാനുള്ള നടപടികളിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ തണ്ണീർത്തടത്തിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് തേവരകാട് വെള്ളാമത്ര റോഡിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായത് അല്ലെങ്കിൽ പെൻഡിങ്ങിലായത്. ഇപ്പോൾ അതിന് TS കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടപടിക്രമങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് രണ്ടും വികസനവുമായി കൈനകരി പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട മേജർ ഇഷ്യൂസാണ്. അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ പഞ്ചായത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗം കൂടിയാണ്. അത് വികസന നേട്ടത്തിൻ്റെ ഭാഗമായി അത് മാറുകയാണ്. കനകാശ്ശേരിയിലെ 3 പാടശേഖരങ്ങളെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇതുവരെ ഇല്ലാത്ത ഇടപെടലോടുകൂടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് പാടശേഖരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു, ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനപ്പെട്ട മട വീഴുന്ന 80 മീറ്റർ IDRBയുടെ ഡിസൈൻ പ്രകാരമുള്ള വർക്ക് പൂർത്തീകരണ ഘട്ടത്തിലേക്കാണ്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഈ 3 പാടശേഖരങ്ങളെയും ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൈനകരി പഞ്ചായത്ത് ഞങ്ങൾക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കാണ്. 2 പശ്ചാത്തല മേഖലയിൽ തന്നെ ആദ്യം തുടർച്ചയെന്ന രൂപത്തിൽ മുണ്ടക്കൽ പാലത്ത് നിന്ന് പാലം പണിതിട്ട് 10 വർഷമായി. മാധ്യമങ്ങൾ എക്കാലവും ഏണി വെച്ച് പോകുന്ന ആ പ്രദേശമാണ്. റോഡുണ്ടായിട്ട് പാലം ഉണ്ടായിട്ട് താഴോട്ടിറങ്ങാൻ പറ്റുന്നില്ല എന്ന് മാധ്യമങ്ങൾ വന്നുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ടത്. 2 വർഷം കൊണ്ട് ഞങ്ങൾ ആ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കും. MLAയും ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മെമ്പർമാരും ജനങ്ങളും എല്ലാം ചേർന്ന് ജനകീയ സംഘടന പഠിച്ചുകൊണ്ടാണ് ആദ്യമായി മുണ്ടക്കൽ പാലത്ത് നിന്നൊരു താഴേക്ക് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കുന്നത്. അത് മുണ്ടക്കൽ ടാങ്ക് വരെ എത്തിച്ചു. അതിനുശേഷം MLA തന്ന ഫണ്ട് അനുസരിച്ച് അവിടെ കോൺക്രീറ്റ് ഉണ്ടാക്കി. പിന്നീടാണ് സജി ചെറിയാൻ ഫിഷറി ബഹുമാനപ്പെട്ട സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ അത്ഭുതകരമായൊരു ഇടപെടലാണ്. പ്രതീക്ഷിക്കാതെ ഞങ്ങൾ വേറെ കാര്യത്തിൽ ചെന്നതാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം 2,38 ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. അതിപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ ടിപ്പർ ലോറികൾ 2 വർഷത്തിനുള്ളിലാണ് ടിപ്പർ ലോറികളോട് ഓടുന്ന രൂപത്തിലേക്ക് കിഴക്കൻ മേഖലയുടെ വികസനം വല്ലാത്ത രൂപത്തിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഇടപെടലിൻ്റെ കൂടെ ഭാഗമായിട്ടാണ്. ഏതാണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ 4.5 വർഷക്കാലം കണ്ട് 32 കോടി രൂപയുടെ വികസനം പറയാം. അതായത് നമ്മുടെ മെയിൻ്റനൻസ് ഗ്രാൻറ്റും പ്ലാൻ ഫണ്ടും അടക്കം ഈ 4 വർഷം കൊണ്ട് ഈ പദ്ധതി കൂട്ടാതെ 32 കോടി രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളുടേതായിട്ട് മാത്രം നടത്താൻ വേണ്ടി അഡീഷണൽ ആയിട്ടാണ് ഈ പറയുന്ന വർക്കുകളെല്ലാം വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖല ഇടപെട്ടു. ഒരുപക്ഷെ മറ്റെങ്ങും ഇല്ലാത്ത രൂപത്തിൽ. കാരണം വിദ്യാഭ്യാസമാണ് കേരളത്തിൻ്റെ ഒരു പുരോഗതിയുടെയും ലോകത്ത് മാതൃകയും നമ്മൾ മാറ്റിയ പ്രധാനപ്പെട്ട ഘടകം. വിദ്യാഭ്യാസ മേഖല സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തദ്ദേശ സ്ഥാപനത്തിലെ എല്ലാ സ്കൂളുകളെയും അത് എയ്ഡഡ് എന്നോ ഗവൺമെൻറ് എന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് ഫണ്ടുകൾ അനുവദിക്കുന്ന ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഗവൺമെൻറ് നമ്മുടെ കീഴിൽ 7ാം ക്ലാസ് വരെ വരത്തുള്ളൂ, പഞ്ചായത്തിൻ്റെ കീഴിൽ 7ാം ക്ലാസ് വരെ വരത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ അത് നോക്കാതെ ഈ സ്കൂൾ കോംപ്ലക്സ് ആശയം കോത്താരി കമ്മീഷൻ്റെ ആശയമാണ്. പിന്നെ 98 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങളത് വീണ്ടും ഈ പദ്ധതി കാലത്ത് ആരംഭിച്ചു. ഇപ്പോൾ ഞങ്ങൾ കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നു, വയലിൻ പഠിപ്പിക്കുന്നു, ഗിത്താർ പഠിപ്പിക്കുന്നു, നീന്തൽ പരിശീലനവും അതുപോലെ തന്നെ യോഗ പരിശീലനവും അടുത്ത വാർഷിക പദ്ധതിയിലേക്ക് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊക്കെ പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി കുട്ടികളിലെ മാത്രമല്ല ലഹരിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, മയക്കുമരുന്ന് പ്രശ്നങ്ങൾ അവരെ നമുക്ക് മറ്റൊരു ലോകത്തേക്ക് ആ ലോകത്തേക്ക് വിടാതെ പഠനത്തിലെ ലഹരിയിലേക്ക് അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ചിത്രകലയുടെ പിന്നെ കായിക ആ ലഹരിയിലേക്ക് വിടാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു എളിയ പരിശ്രമം എന്ന നിലയിൽ ഞങ്ങളിപ്പോൾ ഈ സ്കൂൾ കോംപ്ലക്സ് ആശയം
കഴിഞ്ഞ 3 വർഷക്കാലം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷക്കാലം 5 ലക്ഷത്തോളം വരുന്ന രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഭാവി കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട. പിന്നെ ഞങ്ങളുടെ ഒരു കായിക സ്ഥലമുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ള ഗവൺമെന്റിന്റെ പ്രപ്പോസലിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കായിക പരിശീലന സഹായകരമായ രൂപത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ വേണ്ടി കഴിയുന്നു. ആലപ്പുഴ ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ അധികം പേരും സന്ദർശിക്കുന്ന പ്രദേശമാണ് കൈനകരി. അങ്ങനെ ഒരു സ്ഥലത്ത് പ്രധാന ആകർഷണമായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഹൗസ് ബോട്ട് ടെർമിനലും പാർക്കും അനുബന്ധ സൗകര്യങ്ങളും കാടുകയറി നശിക്കുകയാണ്. ഇവിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിട്ടുണ്ട്. കരമാർഗം കൈനകരിയിൽ വരുന്നവർക്ക് ടെർമിനലിലേക്ക് എത്താൻ നല്ലൊരു നടവഴി പോലുമില്ല. ഇവിടുത്തെ മാലിന്യ പ്രശ്നത്തിനും പരിഹാരമില്ല. ഞങ്ങള് ഗ്രാമപഞ്ചായത്ത് വളരെ സജീവമായി ഇടപെട്ട ഒരു കേസാണ്. ടെർമിനലും 12 കോടിയുടെ അടുത്ത് ചെലവഴിക്കപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളും ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള സാമൂഹിക വിരുദ്ധരുടെ താവളം എന്ന രൂപത്തിലേക്ക് ലഹരി കൊടുക്കുന്നവരുടെയൊക്കെ ഒരു സങ്കേതമായിട്ട് അത് മാറിയപ്പോഴാണ് ഞങ്ങൾ ഗൗരവമായി MLA വഴി BDCയിലെ ഈ വിഷയം അവതരിപ്പിക്കുകയും ജില്ലാ ഭരണകൂടം വളരെ അനുകൂലമായിട്ട് ഞങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. ഒന്നെങ്കിൽ അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നല്ല നിലയിൽ ഏറ്റെടുത്ത് നടത്തണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരണം. കാരണം പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്ത ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ള അത് അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളൊരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വരെ തയ്യാറാക്കി കൊടുക്കുകയും ടൂറിസം ഡയറക്ടർ തിരുവനന്തപുരത്ത് ഞങ്ങളെ വിളിപ്പിച്ചിട്ട് ഈ പ്രശ്നം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ശക്തമായി ഈ വാദം അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു, ഇത്രയും സംവിധാനങ്ങളുണ്ട്, പക്ഷേ ഗ്രാമപഞ്ചായത്തിന് ഒരു സിംഗിൾ പൈസ പോലും വരുമാനം ഇല്ല എന്ന് മാത്രമല്ല, ചിലപ്പോഴെങ്കിലും ഇതവരുണ്ടാക്കുന്ന മാലിന്യ പ്രശ്നങ്ങളിലടക്കം ഞങ്ങൾക്ക് പൈസ ചെലവഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് കൃത്യമായി ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്ത് ഇത്തരം നികുതികളടക്കം ഉള്ള കാര്യങ്ങളിൽ പെർസെൻറ്റേജ്, എനിക്ക് തോന്നുന്നു ഇപ്പം ആലപ്പുഴ മുനിസിപ്പാലിറ്റിക്കായിരിക്കും അവിടെ കിട്ടുമെന്ന് തോന്നുന്നു, പക്ഷേ ഒരു പെർസെൻറ്റേജ് ബന്ധപ്പെട്ട പഞ്ചായത്തിൽ കിട്ടാൻ കഴിയണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഏതായാലും ഈ ടെർമിനലും അനുബന്ധ സ്ഥാപനങ്ങളും വിട്ടുതരണമെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്നത്. ലൈഫ് ഭവന പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ കാര്യക്ഷമമായ നടത്തിപ്പ്, മാലിന്യമുക്ത പഞ്ചായത്ത്, ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ പഞ്ചായത്ത് ഓഫീസും ഘടക സ്ഥാപനങ്ങളും, സ്വന്തമായി വാഹനം തുടങ്ങി നേട്ടങ്ങൾ ഏറെ ചൂണ്ടിക്കാണിക്കാനുണ്ട് പ്രസിഡന്റിന്. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ നിരവധി പേർക്കായി 4,24,500 രൂപയുടെ ധനസഹായം എത്തിക്കാനായത് എടുത്തു പറയേണ്ട നേട്ടമാണ്. അതേസമയം കുടിവെള്ള പ്രശ്നത്തിലടക്കം രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പാതിവഴിയിൽ പദ്ധതികൾ ഉപേക്ഷിക്കുന്നത് വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്നുവെന്നും ആരോപണമുണ്ട്. കൈനകരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം സാറേ പറഞ്ഞു, നിങ്ങൾ തന്നെ നിരവധി തവണ ചാനലുകളിലൂടെ കൈനകരിയുടെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും അടിസ്ഥാന വികസനത്തെക്കുറിച്ചുമൊക്കെ KCB വളരെയേറെ ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു പഞ്ചായത്തിൽ 9 മാസക്കാലം കുടിവെള്ളം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ലോകത്തെങ്ങും കേട്ടുകേൾവി പോലും ഇല്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. 9 മാസം കൈനകരി പഞ്ചായത്തിലെ 15 വാർഡിലും കുടിവെള്ളം കിട്ടാതെ വള്ളത്തിൽ അവിടെ ഇവിടെ നടന്ന് വള്ളത്തിൽ കൊടുത്ത് ജനങ്ങളെ കുടിവെള്ളം കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിരുന്നത്. പിന്നെ മറ്റു വികസനങ്ങൾ എന്ന് പറയുന്നത് കൈനകരിയെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ചെറിയ മേഖലകളിൽ ഈ പമ്പയാറിന് പടിഞ്ഞാറ് വശത്തുള്ള മേഖലകളിൽ കുറച്ച് റോഡ് നടപ്പാതകളും മറ്റ് ചെറിയ റോഡുകളും വന്നു എന്നുള്ളതല്ലാതെ അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള എടുത്തു കാണിക്കാൻ പറ്റുന്ന യാതൊരുവിധ വികസന പദ്ധതികളും ഈ കഴിയാൻ പോകുന്ന ഈ ഭരണസമിതിക്ക് അവകാശപ്പെടാനായിട്ടില്ല. പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ആ പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതും നടപ്പാക്കാൻ പറ്റുന്നതുമാണ് എന്നുള്ള ബോധ്യത്തോട് വേണം നമ്മൾ നടപ്പാക്കാനായിട്ട്. ഇത് നമ്മൾ പദ്ധതികൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ പദ്ധതികൾ നടപ്പാക്കാനായിട്ട് എടുത്തുചാടി തീരുമാനിക്കും. അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന നിരവധിയായ പദ്ധതികൾ ഇന്നും കൈനകരി പഞ്ചായത്തിലുണ്ട്. കുടിവെള്ള പദ്ധതിയായാലും റോഡ് നിർമ്മാണമായാലും മറ്റേത് പദ്ധതിയാണെങ്കിലും അത്തരത്തിൽ ഇടയ്ക്കുകൊണ്ട് നിലച്ചു പോകുന്ന രീതിയിലേക്ക് പദ്ധതികൾ കൊണ്ടെത്തിക്കുകയാണ്. ആർക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ സർക്കാരിൻ്റെ കുറേ പൈസ കളയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അതിൻ്റെ അകത്തില്ല.
ഈ കഴിഞ്ഞ 45-46 വർഷക്കാലമായി കൈനഗിരി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ്, ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, 45 വർഷക്കാലം ഒരു മുന്നണി തന്നെ തുടർച്ചയായി ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ ഒന്നെങ്കിൽ കുടിവെള്ളം, ഇല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള റോഡ് മാർഗം എന്തെങ്കിലും ശാശ്വതമായിട്ട് അവിടെ കാണുവാനായിട്ട്, ജനങ്ങൾക്ക് മുമ്പിൽ കാണുന്ന തരത്തിൽ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ 45 വർഷം ഞങ്ങൾ ഭരിച്ചു എന്നുള്ള വീമ്പ് പറയുവാനുള്ള അല്ലാതെ വികസന കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനായിട്ട് ഈ കൈനഗിരി പഞ്ചായത്തിൽ, ഇടതുപക്ഷം ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. കൈനഗിരി പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന കാര്യങ്ങൾ ഉണ്ടോ എങ്കിൽ അത് സംസ്ഥാനത്ത് UDF ഭരണം ഇരുന്ന കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ റോഡ് തന്നെ കൈനഗിരി ജംഗ്ഷൻ മുതൽ പഞ്ചായത്ത് കടവ് വരെയുള്ള റോഡ്, കരുവാറ്റ കുപ്പപ്പുറം റോഡ്, ഇതെല്ലാം UDFൻ്റെ സംഭാവനയാണ്. മുണ്ടയ്ക്കൽ വാട്ടർ ടാങ്ക് UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായതാണ്. മുണ്ടയ്ക്കൽ പാലം അടുത്ത കാലത്തെങ്ങും ഇത്രയും കാലാടിസ്ഥാനത്തിൽ തീർന്നൊരു പാലം വേറെ ഉണ്ടായില്ല. അതാണ് മുണ്ടയ്ക്കൽ പാലം എന്ന് പറയുന്നത്. കിഴക്കൻ കുട്ടമംഗലം മേഖലയുടെ വികസനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അന്ന് UDF സർക്കാർ ആ മുണ്ടയ്ക്കൽ പാലം യാഥാർത്ഥ്യമാക്കിയത്. അത് ആ പാലം തീർന്നതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലാവധി തീരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം LDFൻ്റെ പിണറായി വിജയൻ സാറിൻ്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ് നടക്കുന്നത്. ആ മുണ്ടയ്ക്കൽ പാലത്തിൽ നിന്ന് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കാനായിട്ട് ഈ 9 വർഷക്കാലമായിട്ടും ഈ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ എന്ത് വികസനമാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്? മീനപ്പള്ളി, കനകാശ്ശേരി, വല്യഗിരി എന്ന് പറയുന്ന പാടശേഖരങ്ങൾ, ആ പാടശേഖരങ്ങൾ മടവീണ് കിടന്നിട്ട് 2018 മഹാപ്രളയത്തിന് മുമ്പ് 2017 മടവീണ പാടം അത്. ആ പാടം പിന്നീട് 2023 വരെ ആ നിലം അവിടെ വെള്ളം പറ്റാതെ മടകുത്താതെ കിടന്നു. അതിനുശേഷം മടകുത്തി ഇപ്പോൾ അവിടെ കൃഷിയെടുക്കാൻ തുടങ്ങി. എന്നിട്ടും കനകാശ്ശേരിയിൽ ഇതുവരെയും കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഭരണ സംവിധാനത്തിൻ്റെ കഴിവുകേടുകളും ഈ ഭരണാധികാരികളുടെ കഴിവുകേടുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് പറയുകയാണ്. ബജറ്റിൽ നമുക്ക് കൈനഗിരി പഞ്ചായത്ത് അടക്കമുള്ള കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും കൊടുത്തതുപോലെ തന്നെ 1,60,00,000 രൂപയുടെ ഫണ്ട് നമുക്ക് തന്നു, മെയിൻറ്റനൻസ് റോഡിന് തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബജറ്റ് നമ്മൾ ആ പൈസ വെച്ച് ചർച്ചകൾ നടത്തി പദ്ധതികൾ ആവിഷ്കരിച്ചു. ആ പദ്ധതികൾ ആവിഷ്കരിച്ച് അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും നടത്തി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ പഞ്ചായത്ത് സെക്രട്ടറി അവിടെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് ഫണ്ടിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കുന്നു. നമുക്ക് 90 ലക്ഷം രൂപ, 1,60,00,000 രൂപ എന്നുള്ളതിൽ നിന്ന് കുറച്ച് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് 85 കോടി രൂപയായി ചുരുക്കിയിരിക്കുന്നു. അപ്പം കൈനഗിരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു ലോക ഭൂപടങ്ങളിൽ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളായാലും എവിടെ മഴ പെയ്താലും അതിൻ്റെ പാപഭാരം മുഴുവൻ ഏൽക്കുന്ന ഒരു പഞ്ചായത്തായ കൈനഗിരി പഞ്ചായത്തിൽ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഫണ്ടുകൾ കൂടുതൽ കൊടുത്ത് ഈ നാട്ടിലെ ജനങ്ങളെ കരകയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നതിന് പകരം കൊടുക്കുന്ന ഫണ്ട് പോലും വെട്ടിച്ചുരുക്കുകയാണ്. കൈനഗരിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്ന് പ്രസിഡന്റ് MC പ്രസാദും സമ്മതിക്കുന്നു. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് താൽക്കാലിക സംവിധാനത്തിലൂടെ പ്രദേശവാസികൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്, അത് യാഥാർത്ഥ്യമാണ്, നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം കുടിവെള്ളക്ഷാമം ഇപ്പോഴും കൈനഗിരി പഞ്ചായത്തിൽ നേരിടുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. കാരണം കുടിവെള്ളത്തിൻ്റെ അനിവാര്യ ചുമതല ഞങ്ങളിലല്ല. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളം കൊടുത്തില്ല എന്നുള്ള രൂപത്തിലേക്ക് വരുന്ന ചില സമീപനങ്ങളും വീക്ഷണങ്ങളുമുണ്ട്. ഞങ്ങളുടെ ചുമതല പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലപ്പെടുന്നത്. മറ്റത് ഡിപ്പാർട്ട്മെൻറ്റാണ്, വാട്ടർ അതോറിറ്റിയാണ് അത് ചെയ്യാറ്. പക്ഷെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. എല്ലാ ജനങ്ങൾക്കും ഇവരെ കൊണ്ട് വെള്ളം എത്തിപ്പിക്കുക എന്നുള്ള എല്ലാ ഇടപെടലും നടത്തേണ്ടത് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട സ്ട്രക്ചറിൽ ഒരു അഴിച്ചുപണി അനിവാര്യമാണ്. കാരണം ഞങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നീരേറ്റുപുറം പദ്ധതിയും പുതിയ കുട്ടനാട് കുടിവെള്ള പാക്കേജും വരുമ്പോൾ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്നുള്ള കാര്യം, അതിനുള്ള 7ഓളം വരുന്ന പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ കൈനഗിരിയും അതിൻ്റെ ഭാഗമായി മാറുകയും ആ കുടിവെള്ളത്തിൻ്റെ ശാശ്വതമായ പരിഹാരത്തിലേക്ക് വരും. പക്ഷേ അതിന് കുറച്ച് സമയം കൂടി എടുക്കും. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ പരിമിതിക്കപ്പുറം അതാണ് ഈ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും കൈനഗരിയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങളുടെ സാധ്യതയ്ക്കപ്പുറം
ഭരണപരമായ അധികാരങ്ങൾക്കപ്പുറം നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 3.25 കിലോമീറ്റർ നീളത്തിലുള്ള മുണ്ടക്കലിലെ പമ്പിംഗ് ഡാമേജ് ആണ്. കാസ്റ്റ് അയൺ പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട പൈപ്പ് ഏത് സമയവും പൊട്ടലും ചീറ്റലുമാണ്. ഒരു ദിവസം വെള്ളം കൊടുത്താൽ പിറ്റേ ദിവസം വെള്ളം. അതിൻ്റെ കാലപ്പഴക്കം നമ്മുടെ പമ്പിംഗ് മെയിനിനെ ബാധിക്കുക. അതുകൊണ്ട് തന്നെ ടാങ്കിലേക്ക് പൂർണ്ണ അളവിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നില്ല. ഇടയ്ക്ക് ട്യൂബ് വലിയ തകരാറിലായി. അങ്ങനെ ഷോർട്ട് ഒരു 5-6 മാസക്കാലം നമുക്ക് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം വന്ന് പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടനാട് കുടിവെള്ള പദ്ധതി പാക്കേജ് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ പമ്പിംഗ് മെയിൻ സംസ്ഥാന ഫണ്ടിൽ നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ ജില്ലാ പഞ്ചായത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും പദ്ധതി 1 കോടി രൂപയോളം വേണ്ടി വരും, 1 കോടി അധികം വേണ്ടി വരും. അവിടുന്ന് പുതിയ അത് വന്നെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കുടിവെള്ളം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയൂ. പക്ഷേ ഞങ്ങളിപ്പോൾ അടുത്ത വാർഷിക പദ്ധതി, ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വാർഷിക പദ്ധതിയിൽ കുടിവെള്ളത്തിനാണ് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് ബദൽ മാർഗങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ 2 വെല്ലുകൾ ഈ സാമ്പത്തിക വർഷം തന്നെ കുഴിക്കാൻ വേണ്ടി തീരുമാനം. അതിലൊന്ന് മുണ്ടക്കലാണ്. അതേസമയം മുണ്ടക്കൽ ടാങ്കിൽ പണ്ടൊന്നും കുടിച്ച് വേണ്ടത്ര താഴത്ത് പോകാത്തത് കൊണ്ട് വെള്ളം കിട്ടാൻ സാഹചര്യമുണ്ട്. അവിടെ പുതിയൊരു വെല്ല് വിരിക്കൽ ടെൻഡർ നടപടിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ ടെൻഡർ കുഴിക്കാൻ കഴിഞ്ഞാൽ അവിടെ വെള്ളം കിട്ടിയാൽ കിഴക്കൻ മേഖലയിലേക്ക് പിന്നെ ഇവിടുന്ന് അയക്കേണ്ട കാര്യമില്ല. അവിടുത്തെ വെള്ളം പൂർണ്ണമായും കിഴക്കൻ മേഖലയിൽ കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മഴവെള്ള സംഭരണികൾ LIC വഴി ഞങ്ങൾ ടൈപ്പ് ചെയ്തു. അവരുമായി 100ഓളം വരുന്ന 10,000-ന്റെ കിഴക്കൻ മേഖലകളിൽ ഈ പറയുന്ന വെള്ളത്തിന്റെ ദൗർബല്യം നേരിടുന്ന പ്രധാനപ്പെട്ട വാർഡുകളിലേക്ക് ഇപ്പോൾ നബാർഡിന്റെ ഒരു 10 എണ്ണം ഞങ്ങളിപ്പോൾ ഈ വർഷം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 100ഓളം വരുന്ന LIC-യുമായി ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേജർ ഇഷ്യൂ ഞങ്ങൾ നേരിടുന്നുണ്ട്. അതിനും ഞങ്ങളുടെ കാലാവധിക്ക് മുമ്പ് തന്നെ കുടിവെള്ള പ്രശ്നത്തിനും കൂടി ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്ന നിലയിലേക്ക് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അതുകൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയം വേണ്ട, ഞങ്ങളുടെ ഈ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് അതുകൂടെ വന്നു കഴിഞ്ഞാൽ വികസന ക്ഷേമ രംഗത്ത് കഴിഞ്ഞ 4.5 വർഷക്കാലം അല്ലെങ്കിൽ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ നേട്ടങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ഒരു വർഷമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ശുദ്ധമായ കുടിവെള്ളവും സഞ്ചാരയോഗ്യമായ വഴികളുമൊക്കെ ഏതൊരാളുടെയും അവകാശമാണ്. അത് ലഭ്യമാകാതെ വരുമ്പോൾ ജനങ്ങൾ അസംതൃപ്തരാകും. കൈനകരിയിലും അത്തരം ചില കാഴ്ചകളുണ്ട്. മണ്ടത്തേലും വികസനമുണ്ട്. ഇപ്പൊ റോഡൊക്കെയാന്ന് പറഞ്ഞാൽ ആ പറയുന്നതൊക്കെയുള്ള രീതിയിലൊന്നും വരുന്നില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പം വീട്ടിലോട്ടൊക്കെ വഴി പിടിച്ചെന്ന് പറഞ്ഞാൽ കൂടുതലും ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്നൊക്കെ കാശ് മുടക്കിയ അല്ല പഞ്ചായത്തിന്റെ ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നൊന്നുമില്ല. അതുപോലെ നമുക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ടുകളൊക്കെ ആണെങ്കിലും ജനങ്ങളുടെ കയ്യിൽ എത്തുന്നില്ല. കയറുന്നവരാരാണെങ്കിലും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ വിനിയോഗിക്കുക എന്നുള്ളതാണ്. കൂടുതലും ജനങ്ങൾക്ക് അത് കിട്ടുന്നില്ല. പിന്നെ കുടിവെള്ളം 15-20 ദിവസം കൂടുമ്പോഴാണ് കുടിവെള്ളം ആൾക്കാർ കിട്ടുന്നത്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ചാവറപ്പിതാവിന്റെ ജന്മഗൃഹം കൈനകരിയുടെ കിഴക്കേക്കരയിലാണ്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഇവിടേക്കെത്താൻ അടുത്ത കാലം വരെ ജലയാനങ്ങൾ മാത്രമായിരുന്നു ആശ്രയം. ഇന്ന് മുണ്ടക്കൽ പാലം കടന്ന് പള്ളിമുറ്റം വരെ വാഹനങ്ങൾ എത്തുന്നു. ഇതൊരു കൂട്ടായ്മയുടെ നേട്ടമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. മുണ്ടക്കൽ പാലത്ത് നിന്നും ചാവറപ്പിതാവിൻ്റെ ഈ ജന്മകര തീർത്ഥാടന കേന്ദ്രം വരെ എത്തുവാൻ വേണ്ടി ഒത്തിരിയേറെ കഷ്ടതകൾ ക്ലേശങ്ങൾ സഹിച്ച ആ സമയം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. ഈ തീർത്ഥാടന കേന്ദ്രത്തിന് മുറ്റത്തേക്ക് ഇരുചക്ര വാഹനങ്ങളിലും അതുപോലെ തന്നെ 16 സീറ്റുള്ള ടെമ്പോ ട്രാവലർ വാഹനങ്ങൾ വരെ വരുവാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള നിലവിലുള്ള ഭരണ സംവിധാനത്തോട് ജനങ്ങളെല്ലാവരും തന്നെ ശുഭാപ്തി വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ സഹകരിച്ചതിൻ്റെ തെളിവാണത്. മറ്റൊരു സന്തോഷ വാർത്ത, ഈ ചാവറ തീർത്ഥാടന കേന്ദ്രത്തിന് മുൻപിലേക്കുള്ള ഒരു വഴി സി ബ്ലോക്ക് വരെയുള്ള വഴിയുടെ 1ാമത്തെ ഘട്ടം എന്ന നിലയിൽ മുണ്ടക്കൽ പാലത്ത് നിന്നും 9,51,00,000 രൂപ സർക്കാർ അനുവദിച്ച് ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ ആരംഭിക്കുകയാണ്. ബസ്സൊക്കെ ഈ പ്രദേശത്തേക്ക് ആ വഴിയിലൂടെ എത്തുവാനുള്ള സാഹചര്യമുണ്ടാകും. ജനങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെയാണ്. അതുപോലെ തന്നെ മുണ്ടക്കൽ പാലത്ത് നിന്ന് LC ജെട്ടി വരെയുള്ള വഴിയുടെ നിർമ്മാണവും മനോഹരമായിട്ട് പൂർത്തിയായി. ഇതിനിടയ്ക്ക് ജനകീയമായ രീതിയിലാണെങ്കിൽ തന്നെയും മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ വഴി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ജനങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് കാണുവാൻ സാധിച്ചത്.
ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടും വളരെയേറെ പ്രതീക്ഷകളുള്ള, വളരെയേറെ പ്രത്യാശയും പ്രതീക്ഷയുമുള്ള ഒരു സ്ഥലമാണ് ഈ ആലപ്പുഴയും പ്രത്യേകിച്ച് നമ്മുടെ കൈനീർ പ്രദേശവും. ചാവറയച്ചൻ വിശുദ്ധനും മനുഷ്യസ്നേഹിയും പ്രഥമ കേരള നവോത്ഥാന നായകനുമായ ചാവറ പിതാവിൻ്റെ ഈ ജന്മഗൃഹ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഈ നാളുകളിൽ ഉണ്ടായ, പ്രത്യേകിച്ച് യാത്രാ സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ വളർച്ചയിൽ ഞാൻ അതിയായ സന്തോഷം അനുഭവിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും അധികം കയർ ഭൂവസ്ത്രം വിരിച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കൈനഗരിക്ക് നേടാനായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പഞ്ചായത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ആശ്രയമാണ്. എല്ലുമുറിയെ പണിയെടുത്താലും അരവയർ നിറയാതിരുന്ന കാലത്തിൽ നിന്നും വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പഴമക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു. 45 വർഷം മുമ്പേ ഒത്തിരി ബുദ്ധിമുട്ടി ഞങ്ങൾ എല്ലാം കൈനേരി ജീവിച്ചതാണ്. ഇപ്പം അന്നത്തെ കാലത്ത് പണിയാൻ പോയാലോ കൂലിയില്ല, അന്ന് പണിയില്ല, അങ്ങനെ ബുദ്ധിമുട്ടി ജീവിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പാടത്തിറങ്ങി മറ്റുള്ള പണികളും ചെയ്തു. എല്ലാവരും ഒരു തരമൊക്കെ എന്നും പറഞ്ഞ് കൂടിയത് എന്തോന്നൊന്നും ഇല്ലെങ്കിൽ ഇപ്പം പണിതാ കാശ് കിട്ടും, പിന്നെ കൂലി കൂടുതൽ കിട്ടും, ബുദ്ധിമുട്ടിനും ശാലം കുറവുണ്ട്. കൈനഗരിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തുടർച്ചയായി ഭരണം കൈയാളുന്ന LDF-നാവുന്നില്ലെന്ന വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. ശുദ്ധജല പ്രശ്നത്തിന് പരിഹാരം കാണാനാവാതെ വന്നതോടെ ക്യാൻസർ രോഗികളുടെ എണ്ണം ഭയാനകമാം വിധം വർദ്ധിച്ചിരിക്കുന്നു. കിഴക്കൻ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ ഭരണസമിതിയും പരാജയമാണെന്നും ആരോപണമുണ്ട്. മറ്റ് പഞ്ചായത്തുകളൊക്കെ അപേക്ഷിച്ച് വികസന കാര്യത്തിലും തനത് ഫണ്ടിൻ്റെ കാര്യത്തിലും ഒരുപാട് പുറകിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കൈനേരി ഗ്രാമപഞ്ചായത്ത്. കൈനേരിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ പോലും ഇതുവരെ ഇവിടെ ഭരിച്ചവർക്ക് സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് ഒരു സത്യം. അക്കമിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കുടിവെള്ളം. വികസന കാര്യത്തിൽ നമ്പർ 1 സ്ഥാനം കൊടുത്തുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട വിഷയം കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം, കൈനേരിയുടെ കിഴക്കൻ മേഖലയിൽ കുടിവെള്ളം എത്താത്ത വാർഡുകൾ, ടാപ്പുകൾ പോലും കണ്ടിട്ടില്ലാത്ത ജനങ്ങളുണ്ട്. അത്രയേറെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം കൈനേരി പോലുള്ള ഒരു പ്രദേശത്ത് അനുഭവിക്കുന്നുണ്ട്. ഈ കായലിലൂടെ വരുന്ന മലിനജലം കുടിക്കുന്നതുകൊണ്ട് മാത്രം ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ കൈനേരി പ്രദേശത്ത് വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് അസുഖങ്ങൾ പെരുകി വരുന്നുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പം കുട്ടനാട്ടിലെ, പ്രത്യേകിച്ച് കൈനേരിയിലെ ജനങ്ങൾ മാറാ രോഗത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ട് മാത്രം. ഈ പ്രശ്നം നന്നായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ജൽജീവൻ മിഷൻ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. 50% പണം കേന്ദ്രം നൽകിക്കൊണ്ട് ബാക്കി 50% നമ്മുടെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കണ്ടെത്തിയാൽ മതി. അങ്ങനെ ഇരിക്കെ പോലും ഈ പദ്ധതിക്ക് വേണ്ടത്ര ഗൗരവം കൊടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ചയാണ് ഈ സംസ്ഥാനത്തൊട്ടുനീളം വരുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കൈനേരി പോലുള്ള പ്രദേശത്ത് ഈ പദ്ധതി മാത്രം, അത് സമ്പൂർണ്ണമായിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചാൽ കൈനഗിരിയിലെ മുഴുവൻ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം കേന്ദ്രത്തിൻ്റെ ഇത്തരമൊരു പദ്ധതി, കേന്ദ്രത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അതിന് നേരെ മുഖം തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമാണ്. കാരണം അത് കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കോ BJPക്കോ അതിൻ്റെ ഒരു പോസിറ്റീവ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കുടിവെള്ള പ്രശ്നം കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കിഴക്കൻ പ്രദേശത്തെ വഴികളാണ്. ഇപ്പോഴും ബോട്ട് ഗതാഗതത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ പക്ഷം ആളുകൾ കൈനേരിയുടെ കിഴക്കൻ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ കൈനേരി മുണ്ടക്കപ്പാലം പൂർത്തീകരിച്ചിട്ടോ 7-8 വർഷം കഴിഞ്ഞിട്ടും ആ ഭാഗത്തേക്ക് ഒരു റോഡ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ആ കിഴക്കൻ പ്രദേശത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജനകീയമായ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് ജനങ്ങൾ തന്നെ പണം, സ്വന്തം കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് അവിടെ റോഡ് വരികയും അവിടെ വാഹനങ്ങൾ എത്തിക്കുന്നതിനുള്ള സംവിധാനം ജനങ്ങൾ തന്നെ ചെയ്തു തുടങ്ങി. നമ്മുടെ ഗ്രാമീണ റോഡുകൾ നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ ഗ്രാമീണ സടക്ക് യോജന എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. നമ്മുടെ ഈ പൂപ്പള്ളിയിൽ നിന്ന് കൈനേരിയിലേക്ക് വരുന്ന ഈ റോഡൊക്കെ ദേശീയ ഗ്രാമീണ സടക്ക് യോജന ഇവിടുത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തന്നെ കൈനേരി, ഇപ്പോൾ കൈനേരിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കൈനേരി ജംഗ്ഷനിൽ നിന്ന് കൈനേരി പഞ്ചായത്തിലേക്ക് എത്തുന്ന ആ പ്രധാനപ്പെട്ട നടവഴി, ആ നടവഴി എത്രയോ വർഷങ്ങളായിട്ട് കുഴിയും, അതായത് അതിലൂടെ യാത്ര വളരെ ദുർഘടമാണ്. ആ വഴി നന്നാക്കി എടുക്കാനായിട്ട് ഗ്രാമീണ സടക്ക് യോജനയിലൂടെ വളരെ സിമ്പിളായിട്ട് സാധിക്കും. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഈ സടക്ക് യോജനയിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ബഹുമാനീയനായിട്ടുള്ള തോമസ് കെ തോമസിൻ്റെയും സജി ചെറിയാൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് ഫ്ലെക്സ് വയ്ക്കാൻ പറ്റില്ല. കാര്യം ഈ പദ്ധതിയിലൂടെ ചെയ്യുമ്പോൾ അതിന് കൃത്യമായി അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇതിനകത്ത് പൂർണ്ണമായി രാഷ്ട്രീയം കാണുന്നത് കൊണ്ടും കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയാൽ BJPക്ക് ഗുണം കിട്ടുമെന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഈ പദ്ധതികൾ ഇവിടെ തഴയപ്പെടുന്നത്. അത് ശരിക്കും ഇപ്പോഴത്തെ സാധാരണക്കാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൈനഗിരിയിലെ 15 വാർഡിലും ഇന്ന് ഏറെക്കുറെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പറയുന്നത് ഒരേ ഒരു വർക്ക് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. കൈനഗിരി പ്രദേശത്ത് ഏതാണ്ട് 5000 കുടുംബങ്ങൾ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നുണ്ട്. ഈ 5000 കുടുംബങ്ങൾ ഏകദേശം ഒരു 100 ദിനം തൊഴിൽ ലഭിക്കുന്നവർ, അതിലൊരു 50% ആളുകൾക്കും 100 ദിനം തൊഴിൽ ലഭിക്കുന്നുണ്ട്.
അപ്പോൾ ഏറെക്കുറെ നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ ഈ കൈനേരി പോലെയുള്ള ഒരു പ്രദേശത്ത് ആളുകൾ പട്ടിണി കിടക്കാതിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ഉള്ളതുകൊണ്ടും പിന്നെ പെൻഷൻ കിട്ടുന്നത് കൊണ്ടും, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ നാട്ടിൽ ആളുകൾ പട്ടിണിയില്ലാതിരിക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് നിർമ്മാണം സാധ്യമല്ലാതായ തേവർകാട് വെള്ളാമത്ര റോഡും പ്രദേശവാസികളുടെ യാത്രാ ദുരിതവും KCV ന്യൂസ് തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പാടശേഖരങ്ങൾക്ക് നടുവിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ നിർമ്മാണ തടസ്സങ്ങൾ നീങ്ങിയെന്നും ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും കുട്ടനാട് MLA തോമസ് കെ തോമസ് വ്യക്തമാക്കുമ്പോഴും ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്ക പ്രദേശവാസികൾക്ക് ഇപ്പോഴുമുണ്ട്. ഇവിടെ ഏകദേശം ഒരു 40 വർഷത്തിനടുത്തായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഈ ജനങ്ങൾ കൂടി ഉണ്ടാക്കിയ റോഡാണിത്. അത് കഴിഞ്ഞ് ഈ പാടത്ത് വെള്ളം കയറ്റുമ്പോഴും എല്ലാം ഈ നീന്തിയാണ് പിള്ളേർ സ്കൂളിൽ പോകുന്നത്. 3-4 സ്കൂളുണ്ട് ഇവിടെ. അതുപോലെ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്. ആലപ്പുഴയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3-4 വാർഡുകളുള്ള ജനങ്ങൾ ഇതിലെയാണ് പോകുന്നത്. അത് കാരണം ഭയങ്കര കഷ്ടമാണ്. സ്കൂളിലൊക്കെ വിടാൻ പല പ്രാവശ്യം നമ്മളിവിടെ കടത്തുവെള്ളം ഇട്ടിട്ടാണ് പിള്ളേർ അവത്തിലാണ് സ്കൂളിൽ പോകുന്നത്. എല്ലാ പ്രാവശ്യം കയറുമ്പോൾ എല്ലാവരും പറയും വോട്ട് ചോദിച്ചു വരും. ചോദിക്കുമ്പോൾ ഞങ്ങൾ ഉടനെ റെഡിയാക്കും എന്നാണ് പറയുന്നത്. ഇന്ന് വരെ ഇതിനെപ്പറ്റി റോഡിന്റെ ഒരു ഇതും വന്നിട്ടില്ല. അന്ന് അളവെല്ലാം എടുത്തുണ്ട് ഉടനെ അടുത്ത മാസം ഉടനെ റെഡിയാണെന്ന് പറയുന്നത് റോഡ്. നെടുമുടി കുപ്പപ്പുറം റോഡ്, കൈനഗിരി പഞ്ചായത്ത് റോഡ്, മുണ്ടയ്ക്കൽ പാലം തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ കൈനഗിരിയുടെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കിഴക്കൻ മേഖലയുടെ വികസന സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയാണ്. കൈനഗിരി ഗ്രാമത്തിന്റെ അടയാളപ്പെടുത്തലുകളിൽ ഒന്നായി തല ഉയർത്തി നിൽക്കുന്ന വാട്ടർ ടാങ്ക് ഉള്ളപ്പോഴും കടുത്ത ശുദ്ധജലക്ഷാമം എന്ന പൊരുത്തക്കേട്, ഒഴുക്ക് നിലച്ചു കിടക്കുന്ന ചില നാട്ടുതോടുകൾ, ക്ലീൻ വേമ്പനാട്ട് കായലിനു ശേഷവും തുടരുന്ന മാലിന്യ പ്രശ്നം, വിനോദസഞ്ചാര മേഖലയിൽ ഹൗസ് ബോട്ടുകൾ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, കുപ്പപ്പുറം PHSCയുടെ ശോച്യാവസ്ഥ, ടെർമിനലിന്റെയും പരിസര പ്രദേശങ്ങളുടെയും പുനരുദ്ധാരണം, ഇവിടേക്കുള്ള വഴിയുടെ നിർമ്മാണം തുടങ്ങി ഒരുപിടി പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. 4.5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ പറയുന്നതിനൊപ്പം ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനാവുകയും ചെയ്യുന്നിടത്താണ് ഭരണസമിതിയുടെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. കേവലം അരമണിക്കൂറിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല ഒരു പഞ്ചായത്തിന്റെ 4 വർഷത്തെ വികസനങ്ങളും പഞ്ചായത്ത് നേരിടുന്ന പ്രതിസന്ധികളും. ഒരു നാടിന്റെ വികസന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അതിന് ജനങ്ങളുടെ കൂടെ സഹകരണം വേണം. കൈനഗിരി പഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ഭരണസമിതിക്കാവട്ടെ, അതിന് ഊർജം പകരാൻ ജനങ്ങൾക്കുമാകട്ടെ. അടുത്ത ആഴ്ച മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണാം. ക്യാമറമാൻ അലനൊപ്പം VR വിനോദ്, KCV ന്യൂസ്.